Hello, good evening, my dear students. Welcome to Srivalsam Edu Hub. സോ നമുക്ക് ലാൻഡ് ഗ്രാൻറ്റ്സ് ആൻഡ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച് നിർത്തിയത് എന്തായിരുന്നു? സം ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ദ ഗുപ്ത പീരീഡ് അല്ലേ. ഗുപ്ത പീരീഡിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സിറ്റീസിനെ പറ്റിയൊക്കെയാണ് നമ്മൾ നോക്കി ലാസ്റ്റ് പഠിച്ച് നിർത്തിയത്. സോ അതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഗുപ്ത പീരീഡിനെ പറ്റിയിട്ടുള്ളതാണ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ച് നിർത്തിയതിൽ ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ച് കണ്ടിന്യൂവേഷനാണ് നോക്കാം. സോ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ഡിക്ലൈൻഡ് ഫോളോയിങ് ദ കൊളാപ്സ് ഓഫ് ദ റോമൻ എംപയർ ബൈ ദ 6th century CE. അപ്പം 6ാം നൂറ്റാണ്ടായപ്പോൾ തന്നെ ഇന്ത്യയുമായിട്ടുള്ള ഫോറിൻ ട്രേഡ്, ഇന്ത്യയും മറ്റ് രാജ്യം, ഏത് രാജ്യമാണ്, റോമൻ സാമ്രാജ്യവുമായിട്ടുണ്ടായിരുന്ന ട്രേഡ് എന്ത് ചെയ്തു, കുറച്ചൊന്ന് ഡിക്ലൈനായി. അപ്പോൾ ഡിക്ലൈൻ ആയതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ്? റീസൺ ഫോർ ദിസ് വാസ് ദാറ്റ് ദ വെസ്റ്റേണേഴ്സ് ഹാഡ് ലേൺ ദ ടെക്നിക് ഓഫ് സിൽക്ക് മേക്കിംഗ് ഫ്രം ദ ചൈനീസ് അല്ലേ. അപ്പം വെസ്റ്റേണേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഈ റോമാക്കാർ. അപ്പോൾ ഈ റോമാക്കാർ എന്ത് പഠിച്ചെടുത്തു? സിൽക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ടെക്നിക്ക് പഠിച്ചെടുത്തു. ആരിൽ നിന്നും? ചൈനീസുകാർ അല്ലേ. ഇപ്പോൾ ഈ ചൈനക്കാർ അന്ന് തൊട്ടേ ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. ഇപ്പോഴും നമ്മളെ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ചൈന സാധനങ്ങളാണ് കൂടുതൽ. അപ്പോൾ അന്നും ചൈനക്കാരിൽ നിന്നും സിൽക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ആര് പഠിച്ചെടുത്തു? ഈ റോമൻ എംപയേഴ്സ് പഠിച്ചെടുത്തു. റോമൻ സാമ്രാജ്യം പഠിച്ചെടുത്തതോടെ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് എന്ത് ചെയ്തു, കുറച്ചൊന്ന് കൊളാപ്സായി, തകർന്നു. സോ ഡിക്ലൈൻ ഓഫ് ഫോറിൻ ട്രേഡ് ആഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ ഇൻറ്റേർണൽ ട്രേഡ് ഓൾസോ അല്ലേ. അപ്പോൾ ഈ ഫോറിൻ ട്രേഡ് നശിച്ചതിൻ്റെ കൂടെ തന്നെ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഇൻറ്റേർണൽ ട്രേഡും എന്ത് ചെയ്തു, കുറച്ചൊന്ന് ബാധിച്ചു. കാര്യം രാജ്യത്തിനകത്ത് എങ്ങനെ ബാധിക്കാം? ഈ പുറത്ത് വിൽക്കുന്ന ഐറ്റംസൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത്? രാജ്യത്തിനകത്തുള്ള ട്രേഡേഴ്സാണ് അല്ലേ, കച്ചവടക്കാരാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ മുഴുവനായിട്ട് ഇത് ബാധിക്കുകയാണ് ചെയ്തത്. There was a dip in the movement of the craftsmen and artisans to different parts of the country for trade purposes അല്ലേ. അപ്പം ഇവിടെയുള്ള ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൈത്തറി വർക്കുകളും അതുപോലെ ആർട്ടിസൻസ് അല്ലേ. ആർട്ടിസൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോട്ട്സ് ഉണ്ടാക്കുക, അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചായിരുന്നു ഗ്ലാസ് മേക്കിംഗ്, ജ്വല്ലറി തുടങ്ങിയ ആൾക്കാരെയൊക്കെ മുഴുവനായിട്ട് ഇത് എന്ത് ചെയ്തു, അവരെ ബാധിക്കുകയാണ്. അപ്പോൾ രാജ്യത്തിൽ മുഴുവനായിട്ടൊരു ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഇവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരികയാണ് ചെയ്തത്. സോ ദേ കൺഫൈൻഡ് ദംസെൽവ്സ് ടു ദെയർ വില്ലേജസ്. അങ്ങനെ ഇവരെല്ലാവരും എങ്ങോട്ട് മാറുകയാണ്? ജീവിതം മുഴുവൻ വില്ലേജുകളിലേക്ക്. അപ്പോൾ ഇത്രയും നാൾ അവരെവിടെ താമസിച്ചു? സിറ്റിയിലും ടൗൺ സെൻറ്റേഴ്സിലും താമസിച്ചെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അവിടെ നിന്നൊക്കെ നേരെ അവരെങ്ങോട്ട് ഒതുങ്ങി തീരുകയാണ്? വില്ലേജുകളിലേക്ക് താമസം മാറ്റുകയാണ്. സോ ദിസ് ലെറ്റ് ടു ദ റൂറലൈസേഷൻ ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് അല്ലേ. അപ്പം നമുക്ക് അർബനൈസേഷൻ അറിയാം, നഗരങ്ങളിൽ നിൽക്കുക അല്ലെങ്കിൽ നഗരങ്ങളിൽ നിന്ന് ജോലി ചെയ്യുക അല്ലെങ്കിൽ നഗരം വളരുക, അതൊക്കെയാണ്. പക്ഷേ ഇത് ഇനിയിപ്പോൾ ഇവർക്ക് നഗരത്തിൽ നിന്നിട്ട് വലിയ കാര്യമില്ല. അങ്ങനെ ഇവരെല്ലാവരും എങ്ങോട്ട് പോവുകയാണ്? റൂറലൈസേഷൻ, അതായത് വില്ലേജുകളിലേക്ക് പോവുകയും അങ്ങനെ ഈ ജോലികളെല്ലാം, ആർട്സും ക്രാഫ്റ്റ്സും തുടങ്ങിയ ജോലികളെല്ലാം ഇപ്പോൾ എവിടെയാണ്? ഫുള്ള് വില്ലേജ് ഏരിയകളെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. The slump in trade and the general decline in crafts and ruralization led to the decay of many major towns അല്ലേ. അപ്പോൾ എന്താണ് ഈ സ്ലംപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? സ്ലംപിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലോപ്പ് ആവുക അല്ലെങ്കിൽ എന്താണ് മുഴുവനായിട്ടൊന്ന് ഫോൾ ആവുക, തകരുക എന്നൊക്കെ രീതിയിൽ പറയാം. അപ്പോൾ ഈ ട്രേഡ് തകർന്നതോടെ എന്തൊക്കെയാണ് തകർന്നത്? ഈ ക്രാഫ്റ്റ് മുഴുവനായിട്ട് എന്ത് ചെയ്തു, തകർന്നു. അതുപോലെ തന്നെ ഈ റൂറലൈസേഷൻ വന്നതോടെ, കാര്യം എല്ലാവരും ഇപ്പം സിറ്റികളിൽ നിന്നും വിട്ട് വില്ലേജിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ മെയിനായിട്ടുള്ള ടൗണുകളിലാണല്ലോ മുഴുവൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. ഈ ടൗണുകളെല്ലാം എന്തായി തുടങ്ങി? ഡീക്കേ ആവുക, പയ്യെ എന്താണ്, തകരാൻ തുടങ്ങി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 6 പ്രധാന സിറ്റികൾ പഠിച്ചായിരുന്നു ഗുപ്ത പീരീഡിൽ. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആ സിറ്റികളെല്ലാം കൗസാംബി, ഹസ്തിനപുര, അഹിചത്ര, തക്ഷശീല, അയോധ്യ, ഉജ്ജയിനി, മധുര ലോസ് ദെയർ ഗ്ലോറി. അവർക്കുണ്ടായിരുന്ന ആ ഒരു പവറും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തു, മുഴുവനായിട്ട് നശിച്ചു. കാര്യം എന്താ? ഈ റൂറലൈസേഷൻ കാരണം എല്ലാവരും വില്ലേജിൽ പോയി ജോലി നോക്കുന്നത് കൊണ്ടൊക്കെ. പ്ലേസസ് ദാറ്റ് വെയർ ഡിസ്ക്രൈബ്ഡ് ബൈ ദ 5th century ചൈനീസ് ട്രാവലർ ഫാഹിയൻ അല്ലേ. ഫാഹിയൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് ട്രാവലറാണ്. ചൈനയിൽ നിന്ന് ഇവിടെ സഞ്ചരിക്കാൻ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരാളൊക്കെയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ 5th century ഇവിടെ വന്നപ്പോൾ ഈ നേരത്തെ പറഞ്ഞിരുന്ന നഗരങ്ങളെല്ലാം വലിയ ലാർജ് സിറ്റീസ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ബൈ ദ 7th century ട്രാവലർ ഹ്യുയാങ്സാങ്, അപ്പോൾ ഹ്യുയാങ്സാങ് എന്ന് പറയുന്ന വ്യക്തി 7ാമത്തെ നൂറ്റാണ്ടിൽ, അതായത് 200 വർഷം കഴിഞ്ഞ് വന്നപ്പോഴേക്കും പുള്ളിക്കാരൻ നോക്കിയപ്പോൾ ഈ സിറ്റികളൊന്നും ഇപ്പോൾ സിറ്റികളല്ല, പകരം ഇതൊക്കെ എന്താണ്, കൊച്ചു കൊച്ചു വില്ലേജുകളായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ്
ട്രേഡുമായിട്ട് ഒരു നാശം സംഭവിച്ചത്. കാര്യം മെയിനായിട്ട് ഫോറിൻ ട്രേഡ്, അതായത് റോമൻ എംപയറുമായിട്ടുള്ള ട്രേഡ് നിന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. സോ ദിസ് ഡിസ്ക്രിപ്ഷൻ ഇൻഡിക്കേറ്റ്സ് ദ അർബൻ ഡീകേ ഡ്യൂറിങ് ദ പീരീഡ്, അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഗുപ്ത പീരീഡിലെ അർബൻ ലൈഫ് അല്ലെ അർബനൈസേഷൻ, നഗരം ഒക്കെ എന്ത് ചെയ്യാണ്? ഒന്ന് ഡീകേ ആവുകയാണ്, നശിച്ച് അതൊരു വില്ലേജ് രീതികളിലേക്ക് കുറഞ്ഞു പോവുകയാണ്. സോ അതാണ് നമ്മൾ ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ അവസാനം എന്ത് പറ്റുമെന്നുള്ളതാണത്. സോ ഇനി സോഷ്യൽ ലൈഫ്, അവിടുത്തെ സാമൂഹിക ജീവിത രീതിയും കാര്യങ്ങളുമാണ്. കാര്യം ഇപ്പം പല മാറ്റങ്ങളും ഇവിടെ സംഭവിച്ചു, അല്ലേ? അപ്പം സമൂഹത്തിലും സാമൂഹിക ജീവിതത്തിലും പല മാറ്റങ്ങളും ഇനി വരാൻ പോവുകയാണ്. അത് നമുക്ക് നോക്കാം. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദ വേരിയസ് ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ്സ്, ശ്രേണീസ്, അല്ലേ? കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ചതാണ് ശ്രേണീസ് എന്താണ്. അപ്പോൾ ഈ ഗുപ്ത പീരീഡിലാണ് ഈ ശ്രേണീസ് ഒക്കെ ഉണ്ടായതെന്നൊക്കെ നമ്മൾ പഠിച്ചു. പല ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ്, അല്ലേ? പല ജോലി സംബന്ധമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായി എന്നെല്ലാം പഠിച്ചു. അപ്പോൾ ഇനി എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ ദ എൻട്രി ഓഫ് ന്യൂ ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ്സ് ആൻഡ് ദ കമ്മിങ് ഓഫ് ന്യൂ പീപ്പിൾസ് ലെറ്റ് ടു ദ ഫോർമേഷൻ ഓഫ് നമ്പർ ഓഫ് സബ് ഡിവിഷൻസ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ നമ്മൾ മുമ്പ് പല ടൈപ്പ് ഓഫ് ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും സൊസൈറ്റിയിലുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റി? പുതിയ കുറച്ച് ഒക്കുപ്പേഷണൽ ഗ്രൂപ്പുകൾ, പുതിയ ജോലി സംബന്ധമായിട്ടുള്ള ആൾക്കാരൊക്കെ വരികയാണ്, പുതിയ കാറ്റഗറി അല്ലെങ്കിൽ പുതിയ ഡിവിഷൻ, പുതിയ ടൈപ്പ് ഓഫ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുകളൊക്കെ വരികയാണ്. ഇങ്ങനെ ആൾക്കാർ വന്നപ്പോൾ എന്ത് പറ്റി? നമ്പർ ഓഫ് സബ് ഡിവിഷൻസ് ഇൻ ദ സൊസൈറ്റി, അതായത് വീണ്ടും സൊസൈറ്റിയിൽ എന്ത് വരികയാണ്? ഡിവിഷൻ വരികയാണ്. മറ്റേ നമുക്കൊരു 4 ആൾക്കാർ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത് 7ഉം 8ഉം ഒക്കെ ആൾക്കാരായി മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയോ? ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ദ എക്സിസ്റ്റിംഗ് വർണ്ണ സിസ്റ്റം ടു അക്കോമഡേറ്റ് ഓൾ ദീസ് ന്യൂ ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ്സ്, അല്ലേ? നമ്മൾ വർണ്ണ സിസ്റ്റം പഠിച്ചപ്പോൾ നമുക്കറിയാം അതിനകത്ത് ഇത്രയും ആൾക്കാരാണ് ഓൾറെഡി ഉണ്ടായിരുന്നത്, ബ്രാഹ്മിൺസ് തുടങ്ങിയ പല ആൾക്കാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പുതിയ ഡിവിഷൻസ്, പുതിയ ആൾക്കാരും പുതിയ ഗ്രൂപ്പുകളും വന്നപ്പോൾ ഇതിനെല്ലാം ഈ വർണ്ണ സിസ്റ്റത്തിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വളരെയധികം പാടായി. അങ്ങനെ ഇൻ ദിസ് സർക്കംസ്റ്റാൻസ് ഈച്ച് ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ് ബിക്കേം എ ന്യൂ ജാതി ഓർ ഉപജാതി. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ ഒക്കുപ്പേഷണൽ ഗ്രൂപ്പുകളും പുതിയൊരു ജാതികളും പുതിയൊരു ഉപജാതി എന്നൊക്കെയുള്ള രീതിയിൽ ഇതിനെ അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ബിസൈഡ്സ് ദ ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ്, പീപ്പിൾ ഹൂ കെയിം ഫ്രം ഔട്ട്സൈഡ് ദ സബ് കോണ്ടിനെൻറ്റ്, the forest dwellers, nishadas, and the children born of intercaste marriages also formed new jadis, അല്ലേ? അപ്പോൾ ഇതിൻ്റെ പുറമേ തന്നെ പീപ്പിൾ ഹൂ കെയിം ഫ്രം ഔട്ട്സൈഡ് ദ സബ് കോണ്ടിനെൻറ്റ്, അതായത് ഇന്ത്യയുടെ പുറത്തു നിന്നും വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഗുപ്ത ഏരിയയിൽ നിന്നും പുറത്തു വരുന്ന ആൾക്കാർ, അതിലിപ്പം മെയിനായിട്ട് നമ്മളെ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഫോറസ്റ്റിൽ കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്ത് അവിടുത്തെ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന മരങ്ങളും അനിമൽസിനെയൊക്കെ ഹണ്ട് ചെയ്ത് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഫോറസ്റ്റ് ഡെല്ലേഴ്സ്. അപ്പോൾ അവരൊക്കെ അതിനെ നിഷാദാസ് എന്നും വിളിക്കും. ഈ പുതിയ ആൾക്കാർ, അതായത് ഫോറസ്റ്റ് ഡെല്ലേഴ്സ്, പുതിയ ഗ്രൂപ്പ് ആൾക്കാർ വന്നു. അങ്ങനെ ചിൽഡ്രൻ ബോൺ ഓഫ് ഇൻ്റർകാസ്റ്റ് മാരേജ് എന്ന് വെച്ചാൽ 2 വ്യത്യസ്തമായ കാസ്റ്റുകളിൽ നിന്നും കല്യാണം കഴിക്കുന്ന പിള്ളേരും അവർക്കുണ്ടാവുന്ന പിള്ളേരും അതുപോലെ ഈ ഫോറസ്റ്റ് ഡെല്ലേഴ്സും ഇവരെല്ലാവരും പുതിയ ജാതീസായിട്ട് മാറി. അങ്ങനെ ദിസ് മെയ്ഡ് ദ കാസ്റ്റ് സിസ്റ്റം മോർ കോംപ്ലക്സ്. അങ്ങനെ ആയപ്പോൾ എന്ത് പറ്റി? ഈ ഒരു വർണ്ണ സിസ്റ്റത്തിന് നമുക്കറിയാമായിരുന്നല്ലോ, ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരായി, അതങ്ങനെ കോംപ്ലക്സ് ആവുകയാണ്. കോംപ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിളിൻ്റെ ഓപ്പോസിറ്റ്, വളരെയധികം കൺഫ്യൂഷൻ പിടിപ്പിക്കുന്ന രീതിയിലായി. ഇവരെയൊക്കെ ഇനിയിപ്പോൾ എവിടെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ള പ്രശ്നങ്ങളാണ് വന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ദർ വാസ് നോ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ആൻഡ് പ്രിവിലേജസ് ഓഫ് ദ ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ് ആൻഡ് വൈശ്യാസ്, അല്ലേ? വർണ്ണ സിസ്റ്റത്തിലെ മെയിൻ 3 പേരായിരുന്നു ഈ ബ്രാഹ്മിൻസും ക്ഷത്രിയാസും വൈശ്യാസും. ഇവർക്കൊക്കെ ഇത്രയും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം, അതായത് ഇത്രയും ഗ്രൂപ്പുകളും പുതിയ ഒക്കുപ്പേഷണൽ ഗ്രൂപ്പുകളും ജാതീസും ഉപജാതീസൊക്കെ വന്നിട്ടും ഇവർക്കൊന്നും ഇവരുടെ പൊസിഷനിലോ ഇവരുടെ അധികാരങ്ങളിലോ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയിരുന്ന പ്രിവിലേജ് എന്ന് വെച്ചാൽ അവർക്ക് കിട്ടിയിരുന്ന ഒരു റെസ്പെക്റ്റ്, അതുപോലെ തന്നെ അവർക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കുറേ അധികാരങ്ങൾ, ഇതിനൊന്നും ഒരു ചേഞ്ചും ഇല്ലായിരുന്നു. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. The Chinese traveler Huangsang, who visited India in the 7th century, described Shudras as peasants, അല്ലേ? അപ്പം ഈ 7th centuryയിൽ ഹ്യുവാങ്സാങ് വന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ വന്നപ്പോൾ ഇവിടെ മനസ്സിലായത് എന്താണ്? ഇവിടെ ശൂദ്രാസ് എന്ന് പറയുന്നത് എന്താണ്? പെസൻസ് ആണ്. പെസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കർഷകരായിട്ടാണ് ശൂദ്രാസിനെ അന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ദീസ് ഡിസ്ക്രിപ്ഷൻസ് ഇൻഡിക്കേറ്റ് ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ ശൂദ്രാസ് ഇൻ ആൻ അഗ്രികൾച്ചറൽ സൊസൈറ്റി. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്തെന്ന്?
അന്നത്തെ നാട്ടിലെ ശൂദ്രാസിൻ്റെ ആ ഒരു സ്ഥാനം, സൊസൈറ്റിയിലുണ്ടായിരുന്ന സ്ഥാനം ഇങ്ങനെ ആയിരുന്നു, പെസൻസ് ആയിട്ടാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അതുപോലെ അന്ത്യജാസ് ഹു വെയർ ഔട്ട്സൈഡ് ദ ചതുർവർണ്ണിയ സിസ്റ്റം വെയർ കൺസിഡേർഡ് അൺടച്ചബിൾസ്. Accordingly, the lowest among the Antyajas were the graveyard keepers called Chandalas and the animal skin tanners called Charmakarar. അപ്പോൾ ഇവരെന്താണ്, അന്ത്യജാസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് അന്നത്തെ സിസ്റ്റത്തിലെ ഏറ്റവും താഴ്ന്ന ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ ചതുർവർണ്ണിയ സിസ്റ്റം, നമ്മുടെ വർണ്ണ സിസ്റ്റം പോലെ തന്നെയാണ് ഈ ചതുർവർണ്ണിയ സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റത്തിൽ അന്ത്യജാസ് എന്ന് പറയുന്നതിനെ അൺടച്ചബിൾസ് എന്നാണ് വിളിക്കുന്നത്. അവരെ നമുക്ക് എന്ത് ചെയ്തുകൂടാ, തൊട്ടുകൂടാ. അങ്ങനെയാണ് ആൾക്കാരന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ ഓരോ വിശ്വാസങ്ങളാണല്ലേ. അപ്പോൾ കാര്യം അതിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറയുന്നത്, അന്ത്യജാസ് എന്ന് പറയുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ഗ്രേവിയാർഡ്, ശവപ്പറമ്പ്, ശവക്കല്ലറകൾ തുടങ്ങിയതെല്ലാം അവർ രക്ഷിക്കുക, അതൊക്കെ നോക്കി നടത്തുക. പിന്നെ അതുപോലെ അനിമൽ സ്കിൻ ടാനേഴ്സ് ആയിരുന്നു. അനിമൽ സ്കിൻ ടാനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ മൃഗങ്ങളുടെ തൊലി എടുത്തിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യുക, നമ്മളെ ലെതർ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനാണ് അനിമൽ സ്കിൻ ടാനേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ വിളിക്കുന്നത് ചർമ്മകരാർ. ഗ്രേവിയാർഡ് കീപ്പേഴ്സിനെ വിളിക്കുന്നത് ചണ്ടാലാസ്. അപ്പോൾ ഇവരൊക്കെയാണ് ഈ അന്ത്യജാസ് എന്ന് പറയുന്ന ഒരു കാസ്റ്റ് സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരുന്നതെന്ന് പറയാം. ഇവരെ പറയുന്നത് എന്താണ്, അൺടച്ചബിൾസ്. നമുക്ക് ആർക്കും എന്താണ്, ഇവരെക്കാളും ഉയർന്ന കാസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ഇവരെ തൊട്ടുകൂടാ, തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമാവും എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്ന പല കാസ്റ്റ് സിസ്റ്റങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ബോക്സ് കാണാം, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തില്ല. ഈ ഒരു കണ്ടല്ലോ, ആ ഒരു മാഗ്നിഫയിങ് ഗ്ലാസും അതുപോലെ ഒരു പേപ്പറും വെച്ചിരിക്കുന്നതെന്ന് നിങ്ങളിനി കാണാതെ ഇരുന്ന് പഠിക്കുകയൊന്നും വേണ്ട, അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തില്ല. ഓക്കെ, അത് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു സിമ്പിൾ അസസ്മെൻറ്റിനൊന്നും എടുക്കത്തില്ല എന്നും പറഞ്ഞിട്ട്. സോ പരീക്ഷയുടെ തലേ ദിവസമൊന്നും ഇത് ഫുള്ളിരുന്ന് പഠിച്ച് എല്ലാം പ്രിപ്പയർഡ് ആണെന്ന് പറഞ്ഞ് അതൊന്നും പഠിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ അത് ഞാൻ പറഞ്ഞുതരാം. അനുലോമ ആൻഡ് പ്രതിലോമ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അർത്ഥശാസ്ത്രം നമുക്കറിയാം. ചാണക്യൻ അല്ലെങ്കിൽ കൗതില്യയുടെ പുള്ളിക്കാരൻ എഴുതിയ ഒരു ഇൻസ്ക്രിപ്ഷനാണ് അർത്ഥശാസ്ത്ര. അപ്പോൾ അർത്ഥശാസ്ത്രയിൽ പറയുന്നുണ്ട്, അന്നത്തെ നടന്ന ഇൻ്റർ കാസ്റ്റ് മാരേജുകൾ, രണ്ട് കാസ്റ്റുകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വ്യത്യസ്തമായ കാസ്റ്റുകൾ തമ്മിലുള്ള കല്യാണത്തിനെ പറ്റിയിട്ടാണ് അതിനകത്ത് പറയുന്നത്. ഇതിൽ അനുലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരൻ ഏത് കാസ്റ്റ് ആയിരിക്കും, കുറച്ച് അപ്പർ കാസ്റ്റിലായിരിക്കും, കുറച്ചുകൂടെ ഉയർന്ന കാസ്റ്റിൽ നിന്ന്. കല്യാണം കഴിക്കുന്ന വധു എന്ന് പറയുന്നത് ലോവർ കാസ്റ്റിൽ നിന്നായിരിക്കും. അതിനെയാണ് എന്തെന്ന് അനുലോമ എന്ന് പറയുന്നത്. ഇനി പ്രതിലോമ എന്ന് പറയുമ്പോൾ നേരെ തിരിയും. വധു ഉയർന്ന ഒരു ജാതിക്കാരിയും അതുപോലെ തന്നെ വരനെന്ന് പറയുന്നത് ഒരു ലോവർ കാസ്റ്റിലും ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, അനുലോമ ആൻഡ് പ്രതിലോമ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് അന്നത്തെ നാട്ടിലെ വുമണിൻ്റെ പൊസിഷൻ, അവരുടെ സ്ഥാനം എങ്ങനെയായിരുന്നു. Generally, women had a low status in society, even though a few queens like Prabhavati Gupta of the Vagadaga dynasty were held in high esteem. അല്ലേ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വുമൻസിന് സൊസൈറ്റിയിൽ എന്താണ്, ഒരു ലോ സ്റ്റാറ്റസ്, അതായത് ചെറിയ സ്ഥാനമാണ് അവർക്ക് കൊടുത്തിരുന്നത്. എന്നാലും രാജകുമാരികളുണ്ടായിരുന്നു. രാജകുമാരിയിലൊന്നായിരുന്നു പ്രഭാവതി ഗുപ്ത. വഗദഗ ഡൈനാസ്റ്റി, വഗദഗ സാമ്രാജ്യത്തിലെ ഒരു ക്യൂനായിരുന്നു പ്രഭാവതി ഗുപ്ത. പുള്ളിക്കാരി നല്ലൊരു ഹൈ esteem എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ ആൾക്കാരെല്ലാവരും ബഹുമാനത്തോടെ കാണുന്ന, റെസ്പെക്റ്റോടെ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്, പ്രഭാവതി ഗുപ്ത. പക്ഷേ മുഴുവനായിട്ട് വുമണിൻ്റെ സ്ഥാനവും സൊസൈറ്റിയിൽ ലോ സ്റ്റാറ്റസ്, അവർക്ക് ചെറിയ സ്ഥാനമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓൾ വുമൻ ഫ്രം ക്യൂൻസ് ടു വുമൺ of the lowest section in the society were expected to be submissive to men. അപ്പോൾ ആ ഒരു ഗുപ്ത പീരീഡിലെ ഏതൊരു വുമണിനെ നോക്കിയാലും, രാജകുമാരി മുതൽ ആ ഒരു സൊസൈറ്റിയിലെ ഏതൊരു ലോവസ്റ്റ് സെക്ഷൻ, താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ഏതൊരു വുമണിനും ആരെ റെസ്പെക്റ്റ് ചെയ്യണം, മെന്നിനായിരിക്കണം കുറേ കൂടെ സ്ഥാനം. അവർക്ക് എപ്പോഴും കീഴിലായിരിക്കും ആര്, വുമൺ എന്നുള്ള രീതിയിലായിരുന്നു പണ്ടത്തെ ഒരു രീതി. അപ്പോൾ അത് രാജകുമാരി ആയാലും അങ്ങനെ തന്നെയാണ്. സോ ഈവൻ ദ അപ്പർ ക്ലാസ് വുമൺ ഡിഡ് നോട്ട് എൻജോയ് എ ഹൈ പൊസിഷൻ ഓർ കൺസിഡറേഷൻ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഇനി ഉയർന്ന രീതിയിൽ, ഉയർന്ന ജാതിയിലൊക്കെ ഉള്ള വുമൺ ആയാലും അവർക്ക് സൊസൈറ്റിയിൽ പ്രത്യേക ഹൈ പൊസിഷനോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക കൺസിഡറേഷനോ ഒന്നും കൊടുക്കില്ല. അവർ നോർമലായിട്ടുള്ള ജീവിതം തന്നെയാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരു ലോ സ്റ്റാറ്റസ് തന്നെയാണ് അവർ ജീവിക്കുന്നത്. ദർ ഈസ് നോ എവിഡൻസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ്സ്
റിസീവ്ഡ് ബൈ ഈവൻ എ ബ്രാഹ്മിൻ വുമൺ അല്ലേ. അപ്പോൾ ഇനി ഈ ബ്രാഹ്മിൻസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, രാജാക്കന്മാർ എന്ത് കൊടുക്കും, ലാൻഡ് ഗ്രാൻറ്റുകൾ അല്ലെ, ലാൻഡ് അനുവദിച്ച് കൊടുക്കുമെന്ന് പഠിച്ചായിരുന്നു. പക്ഷേ ഒരു ബ്രാഹ്മിൻ വുമണിനും ലാൻഡ് ഗ്രാൻറ്റുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള എവിഡൻസ് ഒരിടത്തും നമുക്ക് കേട്ടിട്ടില്ല. ഇനി ഇതുപോലെ മറ്റൊരു കാര്യം, ചണ്ടാലാസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫാഹീൻ പറഞ്ഞിട്ടുള്ള, നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ചണ്ടാലകൾ എന്ന് പറയുന്നത്, ചണ്ടാലകൾ ആരായിരുന്നു? ചണ്ടാലകൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേവ് യാർഡ് കീപ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഗ്രേവ് യാർഡ് കീപ്പേഴ്സിനെ പറ്റി ഫാഹീൻ പറയുന്ന മറ്റൊരു കാര്യം, ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല, എന്നാലും അറിഞ്ഞു വെച്ചേക്ക്. അപ്പോൾ ഇവിടെ വേറൊന്നുമല്ല, ഇവർ ആ നാട്ടിലെ ഒരു സിറ്റിയിലോ മാർക്കറ്റിലോ കയറുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, വുഡൻ പ്ലാങ്ക് എന്ന് പറയുന്നത് തടി കഷ്ണം. അപ്പോൾ ഈ തടി കൊണ്ട് എന്ത് ചെയ്യും, അവർ അടിച്ചടിച്ച് ശബ്ദം ഉണ്ടാക്കും. ശബ്ദം ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അന്നത്തെ നാട്ടിലെ ഹയർ കാസ്റ്റ്, ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരെ അറിയിക്കുകയാണ്, നമ്മൾ വരികയാണ്, അവരെന്ത് ചെയ്യുക, മാറി നിൽക്കുക, ഇനി അവരെ തൊട്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യും, പണിഷ്മെൻറ്റ് കിട്ടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവരെ അറിയിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവർ ഈ ഒരു സ്ഥലത്തിലേക്ക്, സിറ്റിയിലോ മാർക്കറ്റിലോട്ടൊക്കെ കയറുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്നത്തെ സ്റ്റേറ്റിനെ പറ്റി, അന്നത്തെ ആ ഒരു ഗുപ്ത എന്ന് പറയുന്ന ഗുപ്തൻ്റെ ആ ഒരു ഏരിയയിലെ സെൻട്രൽ അതോറിറ്റി, ഭരണമാണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഭരണം, അതുപോലെ ലോക്കൽ പവർ. നിങ്ങൾ ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അതാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. കേന്ദ്ര ഭരണവും അതുപോലെ താഴത്തോട്ട് നോക്കുമ്പോൾ ഉള്ള അതിൻ്റെ കീഴിലുള്ള ബാക്കി ഭരണങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്ന ഒരു എഴുത്ത് കണ്ടല്ലോ അവിടെ, നമുക്ക് ആ ഒരു എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഴുത്ത് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഈക്വൽ ടു കുബേര, വരുണ, ഇന്ദ്ര, അന്തക ആൻഡ് വിത്ത് നോ ഈക്വൽ റൈവൽ ഓൺ ദ ഫേസ് ഓഫ് ദ എർത്ത്. ദീസ് വേർഡ്സ് ആർ ഫ്രം ദ പ്രയാഗ പ്രശസ്തി situated in Allahabad, which tells us about Samudragupta, the most powerful ruler of Gupta period. അപ്പം ഇത് സമുദ്രഗുപ്തനെ പറ്റിയാണ് പറയുന്നത്. ഇത് പറയുന്നത് എന്താണ്? പ്രയാഗ പ്രശസ്തി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇൻസ്ക്രിപ്ഷൻസ് ആണ്, എഴുത്തുകളാണ്. അപ്പോൾ ഈ എഴുത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് സമുദ്രഗുപ്തനെ പറ്റിയിട്ടാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സമുദ്രഗുപ്തൻ ആർക്ക് ഈക്വലാണ്? കുബേരനെ അറിയാമല്ലോ നിങ്ങൾക്ക്, എന്താണ് ഗോഡ് ഓഫ് വെൽത്ത് എന്ന് പറയാം, സമ്പത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ദൈവം. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കുട വേറൊക്കെ വെച്ചിട്ടിരിക്കുന്ന ആ ഒരു പ്രതിമ. കുബേരൻ, വരുണ, ഇന്ദ്ര, അന്തക എന്ന് പറയുന്നത് തന്നെ അന്തകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ കാലന് തുല്യമായിട്ടുള്ളൊരു ദൈവം പോലെ. അപ്പോൾ ഇവർക്കൊക്കെ ഈക്വലാണ് ആര്? സമുദ്രഗുപ്ത. അതായത് ദൈവത്തിന് തുല്യമാണ് സമുദ്രഗുപ്തനെന്നും. ആൻഡ് വിത്ത് നോ ഈക്വൽ റൈവൽ ഓൺ ദ ഫേസ് ഓഫ് ദ എർത്ത്. സമുദ്രഗുപ്തനെതിരെ ഒരു ശത്രുക്കൾ പോലും എന്തില്ല, പറയാനായിട്ടില്ല. അത്രത്തോളം ഒറ്റയ്ക്ക് ഉള്ള മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു റൂളറാണ് സമുദ്രഗുപ്ത എന്നുള്ളതാണ് ഈ പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്ക്രിപ്ഷൻ. ഇത് അലഹബാദിലാണുള്ളത്. ഈ ഇൻസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ തന്നെ അതാണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് ടെക്സ്റ്റ് എബൌട്ട് ദ പവേഴ്സ് ഓഫ് കിങ് ഡ്യൂറിങ് ദ പീരീഡ് അല്ലേ. അപ്പം എന്താണ് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഗുപ്ത പീരീഡിലെ രാജാവിന് എന്തൊക്കെ പവർ ഉണ്ടായിരുന്നു? ഒന്ന്, കിങ് വാസ് കൺസിഡേർഡ് ഈക്വൽ ടു ഗോഡ് അല്ലേ, ദൈവത്തിന് തുല്യനായിരുന്നു ആര്? കിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൽ നിന്ന് തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കാം. സമുദ്രഗുപ്തയായിരുന്നു അന്നത്തെ നാട്ടിലെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ അല്ലെങ്കിൽ സുപ്രീം റൂളറായിരുന്നു. പിന്നെ എന്തില്ല, വിത്ത് നോ റൈവൽസ് അല്ലെങ്കിൽ എനിമീസ് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അത് നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിൻ്റായിട്ട് എഴുതാം. ഇനി ഈ ഗുപ്ത രാജാക്കന്മാർക്ക് ഹാഡ് എക്സ്റ്റെൻസീവ് പവർ, ഒരുപാട് പവേഴ്സ് ഉണ്ടായിരുന്നു ഇവർക്ക്. അറ്റ് ദ സെയിം ടൈം ദേ ഹാഡ് സം റെസ്പോൺസിബിലിറ്റീസ്. പക്ഷേ അവർക്ക് കുറച്ച് എന്താണ് റെസ്പോൺസിബിലിറ്റി, അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഒന്നെന്താണ്? പ്രൊട്ടക്ട് ദ പീപ്പിൾ ഫ്രം അഗ്രഷൻസ്. അഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യത്തു നിന്നോ മറ്റ് ഡൈനാസ്റ്റികളിൽ നിന്നോ ആരെങ്കിലുമൊക്കെ ഇവരെ എന്ത് ചെയ്യുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യണം? ഈ ഗുപ്ത രാജാക്കന്മാർ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പ്രൊട്ടക്ട് ബ്രാഹ്മിൻസ്, ശ്രമനാസ് എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിസ്റ്റുകാരെയും ജൈനിസവും ബുദ്ധിസവും പഠിച്ചല്ലോ, അതിലുള്ള സന്യാസിമാരെയാണ്. അപ്പോൾ ബ്രാഹ്മിൻസിനെ, ശ്രമനാസിനെ, ഇവരെ രണ്ടുപേരെയും അതിൻ്റെ കൂടെ തന്നെ വീക്കർ സെക്ഷൻസ്, അതിൽ നിന്നും താഴ്ന്ന് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യണം? രാജാക്കന്മാർ പ്രൊട്ടക്റ്റ് ചെയ്യണം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, അവിടെ എന്ത് നടപ്പിലാക്കണം? നീതി. ജസ്റ്റിസ് എന്ന് വെച്ചാൽ നീതി നടപ്പിലാക്കണം. നീതി നടപ്പാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവർ തന്നെ ഏറ്റുനിന്ന് ഭരിച്ച് കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുക്കണം. ഇതുപോലെ മറ്റൊരു കാര്യം എന്താണ് പറയാൻ പോകുന്നത്?
Guptas allowed the rulers of the territories they conquered to continue as Samantas of the Gupta kingdom. അല്ലേ, ഇപ്പം നമ്മൾ സമന്താസിനെ പറ്റി പഠിച്ചായിരുന്നു. സമന്താസ് മിലിറ്ററി ലീഡർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുപ്തന്മാർ ഒരു ടെറിട്ടറിയിൽ ഒരു സ്ഥലത്ത് പോയിട്ട് പിടിച്ചെടുക്കും. ആ ഒരു സ്ഥലം കോൺക്വർ ചെയ്യും. പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ പിടിച്ചെടുത്ത് കഴിയുന്ന ആ സ്ഥലത്തൊരു രാജാവ് ആണല്ലോ. ഈ രാജാവിനെ അവിടുത്തെ എന്താക്കി മാറ്റും? സമന്തയാക്കി മാറ്റും. ഗുപ്ത കിങ്ഡത്തിൻ്റെ സമന്ത, അതായത് മിലിറ്ററി ലീഡറാക്കി മാറ്റും. അതാകുമ്പോൾ അവർക്ക് അവിടെ മിലിറ്ററി ലീഡറായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അവർക്ക് അവിടെ ആരെങ്കിലും ഫൈറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇവർക്ക് അറ്റാക്കും എല്ലാം ചെയ്യാം. പക്ഷെ അത് ആരുടെ കീഴിലായിരിക്കും? ഗുപ്ത രാജാക്കന്മാരുടെ കീഴിലായിരിക്കും പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത്. സോ ദേ വെർ ഗിവൺ ഓട്ടോണോമി ഇൻ ദെയർ റെസ്പെക്റ്റീവ് ഏരിയാസ്. അപ്പോൾ അവരെ സ്ഥലങ്ങളിൽ അവർക്ക് എന്താണ് സ്വന്തമായിട്ട് ഭരിക്കാനുള്ള അവകാശം കൊടുക്കും. പക്ഷേ എന്ത് ചെയ്തുകൂടാ? ദ ഗുപ്താസ് ഡിഡ് നോട്ട് ഇൻ്റർഫിയർ ഇൻ ദ മാറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓർ സസെഷൻസ്. അല്ലേ, അപ്പം ഗുപ്താസ് ഇതിൻ്റെ ഇടപെടത്തുമില്ല. അവർക്ക് അവിടെ എങ്ങനെ വേണോ ഭരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആരുടെ കീഴിലായിരിക്കും? ഗുപ്ത കിങ്സിൻ്റെ കീഴിലായിരിക്കും ആ സ്ഥലം. പക്ഷെ അവർക്ക് എങ്ങനെ വേണോ ഭരിക്കാം. പിന്നെ അവരുടെ സസെഷൻ എന്ന് വെച്ചാൽ പിന്തുടർച്ച, അടുത്ത ആര് രാജാക്കന്മാരാവും എന്നുള്ളതൊന്നും ഗുപ്തന്മാർ പോയി ഇടപെടാറൊന്നുമില്ല. പക്ഷേ അവരെ പിടിച്ചെടുത്ത സ്ഥലമാണ്. ഇവരെ ഒരിക്കൽ പോയി അവിടെ തോൽപ്പിച്ച് കോൺക്വർ ചെയ്ത ഒരു സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ രാജാക്കന്മാരെ ഇവർ സമന്തകളാക്കും. ഇവരുടെ മിലിറ്ററി ലീഡേഴ്സാക്കി വയ്ക്കും. ഗുപ്തൻ രാജാക്കന്മാരുടെ മിലിറ്ററി ലീഡറാക്കി അങ്ങ് വയ്ക്കുകയും ഇവരെ കൊണ്ട് അവിടെ ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ഭരിക്കാൻ വിട്ടുകൊടുക്കുകയും ചെയ്യും. ബട്ട് ദേ ഡെവലപ്ഡ് ആൻ എലാബറേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ദ ഏരിയാസ് വെയർ ദേ റൂൾഡ് ഡയറക്ട്ലി. പക്ഷേ ഗുപ്തന്മാർ ഡയറക്റ്റായിട്ട് റൂൾ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഭരിക്കാനുള്ള രീതികളും പുതിയ ചേഞ്ചുകളും ഒക്കെ ഒരുപാട് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് വില്ലേജ് അഡ്മിനിസ്ട്രേഷനെ പറ്റി കാണാം. അതായത് നമ്മളെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല, സോ പറഞ്ഞുതരാം. അപ്പോൾ അവിടെ ഗ്രാമപതിയും ഗ്രാമദക്ഷയുമുണ്ട്. അവരാണ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡ്. വില്ലേജ് ഭരിക്കുന്നതിൻ്റെ ഹെഡ് എന്ന് പറയുന്നവർ ഇവരാണ്. ഇനി എന്തെങ്കിലും വില്ലേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ, ഡിസ്പ്യൂട്ട്സ് വല്ലതും വരികയാണെങ്കിൽ വൃദ്ധർ എന്ന് വെച്ചാൽ തന്നെ നമുക്കറിയാം, ഗ്രൂപ്പ് ഓഫ് എൽഡേഴ്സ്, ആ വില്ലേജിലെ പ്രായമുള്ള ആൾക്കാരായിരിക്കും ഇതിനൊരു പരിഹാരം കാണുന്നത്. ആൻഡ് മെജോറിറ്റി ഓഫ് വില്ലേജ് ഡ്വെല്ലേഴ്സ് വെയർ പെസൻസ്. അല്ലെ, വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാർ കൂടുതലും പെസൻസ് ആണ്. നമ്മുടെ ഫാമേഴ്സ്, പെസൻസ് എന്ന് വെച്ചാൽ ഫാമേഴ്സ് ആണ്. പിന്നെ കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, വീവേഴ്സ് ഉണ്ട്. അല്ലേ, വീവേഴ്സ് അറിയാമല്ലോ, തുണിയൊക്കെ തയ്ച്ചെടുക്കുന്ന ആൾക്കാർ. പിന്നെ ഹേർട്സ്മാൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കന്നുകാലികളെയൊക്കെ കൊണ്ടുപോയി വളർത്തുന്ന, അനിമൽസിനെയൊക്കെ നോക്കിയെടുക്കുന്ന ആൾക്കാരാണ് ഹേർട്സ്മാൻ. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് അവരുടെ കമ്മ്യൂണിറ്റിയിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. സോ അതാണ് ഗുപ്ത പീരീഡിലെ സെൻട്രൽ അതോറിറ്റി ആൻഡ് ലോക്കൽ പവർ എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത പേജിലും നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പഠിക്കാനില്ല എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ, സന്തോഷിക്കാന്ന് വേണ്ട. ഇതൊക്കെ നമുക്ക് തെളിവുകളാണ്. ഹിസ്റ്ററിയിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ തെളിവുകൾ തന്നിട്ടായിരിക്കും നമുക്ക് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ബോക്സ് കുറേയൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം, എന്താണ് ഈ പ്രശസ്തീസും പ്രയാഗ പ്രശസ്തി ഞാൻ കുറച്ച് നേരം മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ഈ പ്രശസ്തി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. പ്രശസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ആണ്. അതായത് സ്റ്റോണിൽ എഴുതിയിരിക്കുന്ന കുറേ എഴുത്തുകളാണ്. ഈ എഴുത്തുകൾക്ക് എന്താണ്, ഈ എഴുത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? മെയിനായിട്ട് അന്നത്തെ രാജാക്കന്മാർ ചെയ്തിട്ടുള്ള യുദ്ധങ്ങളിലൊക്കെ ജയിച്ചിട്ടുള്ള അവരുടെ അച്ചീവ്മെൻറ്റ്സ്, രാജാക്കന്മാരെ പുകഴ്ത്തി പറയുന്ന കാര്യങ്ങൾ തുടങ്ങിയതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഈ പ്രശസ്തി എന്ന് പറയുന്ന ഈ സ്റ്റോൺ, കല്ലിൽ എഴുതിയിരിക്കുന്ന എഴുത്തുകൾക്കകത്ത് ഉള്ളത്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ചോളാസ്, രാഷ്ട്രകൂതാസ്, ചാലുക്യാസ്, പല്ലവാസ് ഇവരെല്ലാവരും ഈ പ്രശസ്തി എന്ന് പറയുന്ന ഈ ഒരു എഴുത്ത് അവർ കീപ്പ് ചെയ്യുമായിരുന്നു. അതെന്തിനാണ് അവർ വെച്ചിരിക്കുന്നത്? കാര്യം അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നാളെ ഒരാൾക്ക് അറിയണമെങ്കിൽ ഈ പ്രശസ്തി പോയി വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അന്നത്തെ രാജാക്കന്മാർ എങ്ങനെയൊക്കെയാണ്. അതുപോലെ അശോകനെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങിയതാണ് പ്രശസ്തി എന്ന് പറയുന്നത്. ഈ പ്രയാഗ പ്രശസ്തി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സമുദ്രഗുപ്തനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് പ്രയാഗ പ്രശസ്തി. അപ്പോൾ ഇത് അലഹബാദിൽ ഉണ്ടെന്ന് നമ്മൾ കുറച്ച് നേരം മുമ്പേ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഈ പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്നതിലൂടെ സമുദ്രഗുപ്തൻ്റെ മിലിറ്ററി വിക്ടറീസ് അല്ലേ, ഭരിച്ച് ഓരോ സ്ഥലങ്ങൾ പിടിച്ചെടുത്തതിനെ പറ്റിയും ഓരോ യുദ്ധങ്ങളിൽ പങ്കെടുത്തതിനെ പറ്റിയും അതുപോലെ തന്നെ
കോൺക്വസ്റ്റ് ഫ്രം നേപ്പാൾ തൊട്ട് തമിഴ്നാട് വരെ ചെയ്ത യുദ്ധങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഈ പ്രശസ്തി എഴുതിയിരിക്കുന്നത് ഹരിസേന എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ഹരിസേന എന്ന് പറയുന്നത് ഗുപ്തൻ്റെ കാലഘട്ടത്തുള്ള അവരുടെ കൊട്ടാരത്തിലുള്ളൊരു പൊയറ്റാണ്, കവിയാണ്. ആരെന്ന് പറയുന്നത് ഹരിസേന. അപ്പോൾ ഹരിസേനയാണ് ഈ പ്രശസ്തിയൊക്കെ കമ്പോസ് ചെയ്തത്, രചിച്ചതൊക്കെ ഈ ഹരിസേന എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി അതുപോലെ നമുക്ക് അടുത്ത ഗുപ്ത പീരീഡിൽ പഠിക്കാൻ പോകുന്നത് ആർട്ടും ലിറ്ററേച്ചറുമാണ്. ആർട്ട് അറിയാമല്ലോ, കല. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ സാഹിത്യം. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വി ഹാവ് സ്റ്റഡീഡ് സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഓഫ് ഗുപ്ത പീരീഡ്. അതാണ് നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചത്. സോഷ്യോ പൊളിറ്റിക്കൽ എന്ന സമൂഹത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സെൻട്രൽ പവറും ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അന്നത്തെ കാലത്തെ ആർട്ടും സാൻസ്കൃതവും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള, സാൻസ്കൃത് ലിറ്ററേച്ചർ, സംസ്കൃത സാഹിത്യം ഒക്കെ എങ്ങനെയായിരുന്നു അന്നുണ്ടായിരുന്നതെന്നൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട് ആർക്കിടെക്ചർ എക്സെൽഡ്, അല്ലേ? അപ്പോൾ ആർട്ടിൻ്റെ മേഖല നോക്കുകയാണെങ്കിൽ അന്ന് ഏറ്റവും കൂടുതലും ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ വളർന്നു വന്നിരുന്ന ഒരു കാര്യം ആർക്കിടെക്ചറുകളാണ്. അപ്പോൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബിൽഡിങ്ങുകളൊക്കെ വെക്കുക, ടെമ്പിൾസ് വെക്കുക, അതിനെയൊക്കെ പറ്റിയിട്ടുള്ളതാണ് ആർക്കിടെക്ചറിൽ വരുന്നത്. സോ അന്ന് ഒരുപാട് ടെമ്പിൾസൊക്കെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചറൽ ടെമ്പിൾസ്. ഈ സ്ട്രക്ചറൽ ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സ്റ്റോൺസും ബ്രിക്സും ഒക്കെ കൊണ്ടുണ്ടാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചറൽ ടെമ്പിൾസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആദ്യത്തെ പോയിൻറ്റും. സ്ട്രക്ചറൽ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് യൂസിങ് സ്റ്റോൺ ആൻഡ് ബ്രിക്സ്, അല്ലേ? അവരെ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും? സ്റ്റോണും ബ്രിക്സും കൊണ്ടായിരിക്കും ടെമ്പിൾസൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ സ്കൾപ്ചേഴ്സ്, അല്ലേ? ഈ ടെമ്പിൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പ്രതിമകളൊക്കെ അവരെന്ത് ചെയ്യും, ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യമുണ്ട്. ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ആർക്കിടെക്ചർ ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ് ബൈ ഒബ്സർവിങ് ദ ഫോളോയിങ് പിക്ചേഴ്സ്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആർക്കിടെക്ചർ സ്റ്റൈൽ എങ്ങനെയായിരുന്നു? ഇതിനകത്ത് ഒന്ന് ഉണ്ടായിരുന്നത് എന്താ? ഇപ്പോൾ ആദ്യത്തെ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്ത് കാണാം? പിരമിഡ് ഷേപ്പിലാണ് അതിൻ്റെ റൂഫ് ഇരിക്കുന്നത്. അതിൽ ഏറ്റവും മേളിലൊരു ട്രയാങ്കിൾ പോലെയല്ലേ, പിരമിഡ് പോലെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളും, കാർവിങ്സ് ഒക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റോണുകളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ അവർ യൂസ് ചെയ്യുന്നത് സാൻഡ് സ്റ്റോൺ, അല്ലേ? പിന്നെ ഗ്രാനൈറ്റ്, ബ്രിക്കുകൾ തുടങ്ങിയതൊക്കെ കൊണ്ടാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, അന്നത്തെ ഗുപ്ത പീരീഡിൽ ഇവർ ആർക്കിടെക്ചറൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് സം ഓഫ് ദ വേൾഡ് ഫേമസ് പെയിൻറ്റിങ്സ് ഓഫ് അജന്ത കേവ്സ്, അല്ലെ? മഹാരാഷ്ട്രയിലെ എല്ലോര കേവ്സ്, അല്ലെ? അജന്ത കേവ്സ് എന്ന് പറയും. വളരെ ഫേമസ് ആയിട്ടുള്ള കേവാണ് അജന്ത കേവ്സ് എന്നൊക്കെ പറയുന്നത്. സോ അതിപ്പോഴും എങ്ങനെയാണ് അജന്ത കേവ്സ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഇപ്പോഴും മിസ്റ്ററിയാണ്. കാര്യം ഇന്നത്തെ ടെക്നോളജി വെച്ച് പോലും അത് ഉണ്ടാക്കാൻ വളരെ പാടാണ്. ഒരു ഫുൾ മലയിൽ അതിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്, അല്ല കല്ലുകൊണ്ട് ഉണ്ടാക്കിയെന്നല്ല. ഒരു ഫുൾ മലയെ കൊത്തുപണി ചെയ്തൊരു ടെമ്പിളാക്കി മാറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കയറി വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അജന്ത കേവ്സിനെ പറ്റി അറിയാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാവരും പോയെന്ന് നോക്കി നോക്കുക. അപ്പോൾ ഈ അജന്ത കേവ്സിനകത്ത് ഒരുപാട് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. അന്നത്തെ ആൾക്കാരൊക്കെ വരച്ചിരുന്ന ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. ഈ പെയിൻറ്റിങ്സിനകത്ത് മെയിനായിട്ട് എന്തിനെ പറ്റിയിട്ടാണ് ഈ പെയിൻറ്റിങ്സിൽ വരച്ചു വെച്ചിരിക്കുന്നത്? റോയൽ ലൈഫ്, രാജാക്കന്മാരുടെ ജീവിത രീതി, റോയൽ കോർട്ട്, അന്നത്തെ കൊട്ടാരങ്ങളെ പറ്റി, അതുപോലെ സെലസ്റ്റിയൽ ബീയിങ്സ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നമ്മളെ ദൈവങ്ങളെ പറ്റിയിട്ടും. അതുപോലെ സെലസ്റ്റിയൽ ബീയിങ്സിന് മറ്റൊരു അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്നൊക്കെ പറയും. അതായത് നമ്മളെ ഭൂമിയുടെ പുറത്തൊക്കെയുള്ള അന്യഗ്രഹ ജീവികളെയൊക്കെ പറ്റി വരെ അതിനകത്ത് കുറച്ചായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സോ അതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാവും. പിന്നെ നമുക്കിവിടെ അത് ദൈവങ്ങളായിട്ട് തന്നെ പഠിച്ചാൽ മതി, സെലസ്റ്റിയൽ ബീയിങ്സ്. സീൻസ് ഫ്രം ദ രാമായണ ആൻഡ് മഹാഭാരത ഓൾസോ ബിക്കെയിം ദ തീംസ് ഓഫ് ദീസ് പെയിൻറ്റിങ്സ്. അപ്പോൾ അതിനകത്ത് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകളൊക്കെ അവർ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നാച്ചുറൽ കളേഴ്സ്, അപ്പോൾ എങ്ങനെയാണ് ഇവർ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? നാച്ചുറലായിട്ടുള്ള കളേഴ്സാണ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹാവ് സർവൈവ്ഡ്. അപ്പോൾ ഈ കളേഴ്സൊക്കെ എന്താണ്, കാലാകാലങ്ങളായിട്ട് അത് എന്ത് ചെയ്തു, സർവൈവ് ചെയ്തു. അതിപ്പോഴും സ്റ്റിൽ റിമെയിൻ ഗ്രേസ്ഫുൾ, ഇപ്പോഴും ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ താഴെ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ടല്ലേ? പെയിൻറ്റിങ്സ് ഉണ്ട്, അതിനകത്ത് സ്കൾപ്ചർ, അല്ലെ? പ്രതിമകൾ കാണാം. പിന്നെ കണ്ടില്ലേ, ഒരു മല തന്നെയാണ് ആ ഒരു അജന്ത കേവ് എന്ന് പറയുന്നത്. ആ മലയാണത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങളതിൻ്റെ പ്രോപ്പർ പിക്ചർ ഞാൻ ഇട്ടേക്കാം അതിനകത്ത്. ഓക്കെ, സോ ഇനി അടുത്ത് നിങ്ങൾക്കൊരു പഠിക്കാനുള്ളത്
സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിന്, ആർട്ടിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ആർട്ടിലെ ആർക്കിടെക്ചറിനെ പറ്റിയും പെയിൻറ്റിങ്ങിനെയും പറ്റി പഠിച്ചു. ഇനി സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിനെ പറ്റി പറഞ്ഞാൽ, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ റിസീവ്ഡ് റോയൽ പാട്രണേജ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. അപ്പോൾ ഈ പാട്രണേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ട് തരിക, അല്ലെങ്കിൽ നമുക്കൊന്ന് സ്പോൺസർ ചെയ്യുക. അപ്പം സംസ്കൃതം പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ബുക്കുകൾ എഴുതാനായിട്ടോ എല്ലാം രാജകുടുംബം തന്നെ മുഴുവനായിട്ട് അവർക്ക് എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും, സ്പോൺസർ ചെയ്യും. അതുപോലെ സാൻസ്ക്രിറ്റ് വാസ് ദ ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അന്ന് ഭരണത്തിന് ഉപയോഗിച്ചിരുന്ന ഭാഷയും സംസ്കൃതം തന്നെയാണ്. ഈവൻ ദ ബുദ്ധിസ്റ്റ് ഹു ഹാഡ് ബീൻ യൂസിങ് കോമൺ ലാംഗ്വേജസ് ലൈക്ക് പാലി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ സാൻസ്ക്രിറ്റ്. അപ്പോൾ അന്നത്തെ ബുദ്ധിസ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബുദ്ധിസ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാലി ലാംഗ്വേജാണ്. ഇവർ പോലും പിന്നെ ആയപ്പോൾ അവരെന്താക്കി? സംസ്കൃതത്തിലൊക്കെ എഴുതാൻ തുടങ്ങി. രാമായണം, മഹാഭാരത, അതുപോലെ പുരാണ കഥകൾ പലതും കോഡിഫൈഡ് എന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരുന്നതിനാണ് കോഡിഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോഡിഫൈഡ് ഇൻ റിട്ടൺ ലാംഗ്വേജ്, ഓറൽ ടു റിട്ടൺ അല്ലേ. അപ്പോൾ ഇവർ എഴുത്തും പറയുന്നതൊക്കെ ഇവർ ഏതിലോട്ടാക്കി? സംസ്കൃതത്തിലേക്കാക്കി. ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു പ്രസൻറ്റ് ടെക്സ്ച്വൽ ഫോം ഡ്യൂറിങ് ദിസ് പീരീഡ്. എന്നിട്ട് ആ ഒരു കാലഘട്ടത്താണ് ഈ രാമായണവും മഹാഭാരതവും പുരാണവും ഒക്കെ സംസ്കൃതത്തിലാക്കി ആക്കിയിട്ട് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ബുക്കുകളെല്ലാം അന്നത്തെ കാലത്താണ് അതിനെ എന്ത് ചെയ്തത്? മാറ്റി രൂപപ്പെട്ട് വച്ചിരിക്കുന്നത്. പിന്നെ അതിനെയൊക്കെ ഇംഗ്ലീഷിലോട്ടും മലയാളത്തിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിയെടുത്തിട്ടൊക്കെ ഉണ്ട്. ഇനി അന്ന് തന്നെ വേറെ എന്തുണ്ട്? ഡ്രാമാസ്, പോയംസ്, ഗ്രാമർ, ലെക്സിക്കോൺ എന്ന് വെച്ചാൽ ഡിക്ഷണറിയാണേ. അപ്പോൾ ഈ തുടങ്ങിയ നാടകങ്ങൾ, കവിതകൾ, ഗ്രാമർ അറിയാമല്ലോ. അപ്പോൾ ഗ്രാമർ, അതുപോലെ ഡിക്ഷണറികൾ, ഇതെല്ലാം ഏത് ഭാഷയിലാണ് എഴുതിയിരുന്നത്? സംസ്കൃതത്തിലാണ് അവർ എഴുതിയിരുന്നത്. തൊട്ട് താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ മെയിനായിട്ടുള്ള ഡ്രാമകളും പോയവും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. അഭിജ്ഞാന ശാകുന്തളം നിങ്ങൾക്കറിയാമല്ലോ, കാളിദാസൻ്റെ, അതൊരു ഡ്രാമയായിരുന്നു അല്ലേ. പിന്നെ കുമാരസംഭവം, അതും കാളിദാസൻ്റെയാണ്, അതൊരു പോയമാണ്. പിന്നെ മൃച്ഛകതിക, അത് ശൂദ്രക പുള്ളിക്കാരിയുടെയാണ്, ഡ്രാമയാണ്. പിന്നെ സ്വപ്നവസവദത്ത, അത് ഭാസ എന്ന് പറയുന്ന വ്യക്തി എഴുതിയതാണ്, അതൊരു ഡ്രാമയാണ്. തൃക്കണ്ടി എന്ന് പറയുന്നത് ഭർത്തൃഹാരി എന്ന് പറയുന്ന വ്യക്തി എഴുതിയതാണ്, അതൊരു ഗ്രാമർ ബുക്കാണ്. പിന്നെ അമരകോശം എന്ന് പറയുന്നത് സിംഹ എന്ന് പറയുന്ന വ്യക്തിയാണ്, അതൊരു ഡിക്ഷണറിയാണ്. അപ്പോൾ ഇത്രയാണ് അന്നത്തെ മെയിനായിട്ടുള്ള ടെക്സ്റ്റുകളും അതിൻ്റെ എഴുത്തുകാരും. അത് ഏത് കാറ്റഗറി, ലിറ്ററേച്ചർ സാഹിത്യത്തിൽ ഏത് ജനറിൽ വരുന്നതാണ്, അതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾദോ സാൻസ്ക്രിറ്റ് ഡ്രാമാസ് ആർ വേൾഡ് റിനൗണ്ട് അല്ലേ. അപ്പോൾ ലോകത്ത് വളരെ റിനൗണ്ട് എന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഈ സംസ്കൃതത്തിലെ ഡ്രാമകളെല്ലാം. കാര്യം നമ്മൾ ആദ്യം പഠിച്ച രണ്ടെണ്ണം ഇല്ല, അഭിജ്ഞാന ശാകുന്തളവും കുമാരസംഭവം പോയമാണ്. അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത് ലോകത്തെ എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ഡ്രാമയും കൂടെയാണ്. അതായത് എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഈ സാഹിത്യം റിലേറ്റ് ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ അറിയാമെന്നുള്ളതാണ്. വെൻ ദേ വെയർ സ്റ്റേജ്ഡ് ഓൺലി ദ സോ കോൾഡ് അപ്പർ കാസ്റ്റ് മെയിൽ ക്യാരക്ടേഴ്സ് സ്പോക്ക് ഇൻ സംസ്കൃത്. അപ്പോൾ ഈ ഡ്രാമ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതിനകത്ത് അപ്പർ കാസ്റ്റിൽ ജീവിക്കുന്ന മെയിൽ ക്യാരക്ടേഴ്സ്, അതായത് ആണുങ്ങളിൽ അപ്പർ കാസ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാരെല്ലാം സംസ്കൃതത്തിലാണിത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇതിനകത്ത് വുമൺ ക്യാരക്ടേഴ്സ് വരും, അത് രാജകുമാരി ഉൾപ്പെടെ പല വുമൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആൻഡ് മെയിൽ ക്യാരക്ടേഴ്സ് ബിലോങ്ങിങ് ടു കാസ്റ്റ് കൺസിഡർ ലോവർ യൂസ്ഡ് ഓൺലി പ്രാകൃത് ലാംഗ്വേജ്. അപ്പോൾ ഇതിനകത്ത് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരെല്ലാവരും, അതോ ആണുങ്ങൾ സംസ്കൃതമാണ് ആ ഒരു സ്റ്റേജിനകത്ത് പറയുന്നെങ്കിൽ, ഈ വുമണും അതുപോലെ താഴ്ന്ന ജാതിയിൽ ജീവിക്കുന്ന ആണുങ്ങൾ പറയുന്നത് പ്രാകൃത ലാംഗ്വേജിലായിരിക്കും. ഇനി മൊത്തമായിട്ട് 6 സിസ്റ്റം ഓഫ് ഫിലോസഫി ഉണ്ട്. ഫിലോസഫി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, തത്വശാസ്ത്രം എന്ന് പറയും. അതായത് നമ്മളെ പ്രകൃതിയിലുള്ള വിശ്വാസങ്ങളെയും കാര്യങ്ങളെയും പറ്റിയൊക്കെ മുഴുവനായിട്ടുള്ള അറിവുള്ള ആൾക്കാരെയാണ് ഈ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്. ഫിലോസഫി എന്ന് പറയുമ്പോൾ അതിനെ മുഴുവനായിട്ട് വിളിക്കുന്ന ഒരു പേരാണ്. അപ്പം 6 സിസ്റ്റം ഓഫ് ഫിലോസഫിയാണ് ഉണ്ടായിരുന്നത്, which laid the foundation for the Indian philosophical thought also were formulated during this period. അപ്പോൾ അന്നത്തെ ഒരു 6 സിസ്റ്റം ഓഫ് ഫിലോസഫിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇത് മെയിനായിട്ട് അത് ഇന്ത്യൻ ഫിലോസഫിക്കൽ തോട്ട്. അപ്പോൾ ആൾക്കാരുടെ ചിന്താഗതിയിൽ വന്ന മാറ്റങ്ങൾ, ആൾക്കാരുടെ പുതിയ രീതിയിലുള്ള വിശ്വാസങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ ഫിലോസഫിക്കൽ തോട്ട് അല്ലെങ്കിൽ ഈ ഫിലോസഫിയിൽ പറയാൻ പോകുന്നത്. സോ ദേ ടുക്ക് ഷേപ്പ് ത്രൂ മ്യൂച്വൽ ഡിബേറ്റ്സ്. അപ്പോൾ ഈ ഫിലോസഫികളെല്ലാം വന്നത്, അല്ലെങ്കിൽ ഈ ഒരു തത്വശാസ്ത്രങ്ങൾ, ഈ പുതിയ അറിവുകളും കാര്യങ്ങളും എല്ലാം വന്നത് മ്യൂച്വൽ ഡിബേറ്റുകളിലൂടെയാണ്. അതായത് വലിയ അറിവുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെയാണ് ഇവർ ഇതിലോട്ടൊക്കെ എത്തിയത്. സോ ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള ഫിലോസഫികളെന്ന് നമുക്ക് നോക്കാം. അതുപോലെ
അതുപോലെ പ്രൊപ്പോണൻസ് അല്ലെങ്കിൽ എക്സ്പോണൻറ്റ്. പ്രൊപ്പോണൻ്റ് അല്ലെങ്കിൽ എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തെയും ഈ ഒരു പുതിയ അറിവിനെയൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത് പ്രൊപ്പോണൻ്റ് അല്ലെങ്കിൽ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിലോസഫിയിൽ ആദ്യത്തത് സംഖ്യ എന്ന് പറയുന്നത് കപിലയാണ് ഇത് ആൾക്കാരിൽ എത്തിച്ചു കൊടുത്തത്. യോഗ എത്തിച്ചു കൊടുത്തതെന്നാണ് പതഞ്ജലിയാണ്. ന്യായ എന്ന് പറയുന്നത് ഗൗതമ. വൈശേഷിക എന്ന് പറയുന്നത് കന്നഡ. വേദാന്ത എന്ന് പറയുന്നത് ബദരാണ്യ. അതുപോലെ മീമാംസ എന്ന് പറയുന്നത് ജൈമിനി. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് പുതിയ പുതിയ ഫിലോസഫികൾ, പുതിയ വിശ്വാസങ്ങളും പുതിയ അറിവുമൊക്കെ ആൾക്കാരിൽ എത്തിച്ചു കൊടുക്കുന്ന വ്യക്തികളും പുതിയ 6 ഫിലോസഫി സിസ്റ്റവും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കുന്നത്. സോ ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അന്ന് തന്നെ ഒരു 1 അവറിനകത്ത് തന്നെ ഞാൻ എൻ്റെ ഉത്തരം തരും. കാര്യം നിങ്ങൾക്ക് പ്രീവിയസ് കമൻറ്റ്സ് ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം, ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ ഉത്തരം തരാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.